കോഴിക്കോട് അത്തോളി കൊങ്ങന്നൂരിൽ വർക്ക്ഷോപ്പിൽ ഗ്യാസ് സിലിണ്ടറിന് തീ പിടിച്ചു. വർക്ക്ഷോപ്പിലുണ്ടായിരുന്ന കാറിലേക്ക് തീ പടർന്നു. കാറിന്റെ കുറച്ച് ഭാഗം കത്തി നശിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ഈ കാറിന് ആളുണ്ടാവോ? ഈ കാറ് മാറ്റാൻ പറ്റുമോ? നിങ്ങളൊന്ന് മാറ്റിയേക്ക്. അത് മാറ്റി. കൂടുതൽ വിവരങ്ങൾ മുഹമ്മദ് ഷഹീദ് നൽകും. ഷഹീദ്, വലിയ രീതിയിൽ തന്നെ തീ പടർന്നു. തീ അണയ്ക്കാൻ കഴിഞ്ഞോ? ആളുകൾക്കൊന്നും പരിക്കില്ലല്ലോ? ഹിമ, വൈകിട്ട് 6:30 കൂടിയാണ് അത്തോളി കൊങ്ങന്നൂരിലെ പ്രവർത്തിക്കുന്ന കാർ വർക്ക്ഷോപ്പിന് തീപിടിച്ചത്. വർക്ക്ഷോപ്പിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ ലീക്കായി കാറിലേക്ക് പടരുകയായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രൊഫഷണൽ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന വർക്ക്ഷോപ്പിലാണ് ഈ സംഭവം ഉണ്ടായത്. വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നവർ പുക ഉയരുന്നത് കണ്ടു. ഉടനെ തന്നെ പോലീസിന് വിവരമറിയിച്ചു. പോലീസ് എത്തി തീയണയ്ക്കാനുള്ള പ്രാഥമികമായ ചില ശ്രമങ്ങൾ നടത്തി. പിന്നീട് കൊയിലാണ്ടിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയതോടുകൂടിയാണ് തീ 1 മണിക്കൂറോളം നേരം ശ്രമിച്ച ശേഷമാണ് തീ പൂർണ്ണമായും അണച്ചിട്ടുള്ളത്. ഈ തീ പിടിച്ച കാർ ഭാഗികമായി കത്തി നശിച്ചിട്ടുണ്ട്. മൊത്തം അവിടെ 6 കാറുകൾ വേറെയും ഉണ്ടായിരുന്നു. മറ്റു കാറുകൾ പോലീസും നാട്ടുകാരും ഒക്കെ അവിടുന്ന് തള്ളി മാറ്റിയതോടുകൂടിയാണ് കൂടുതൽ അപകടവും തീപിടുത്തവും ഒഴിവായിട്ടുള്ളത്. അങ്ങനെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ശരി, വർക്ക്ഷോപ്പിൽ ഗ്യാസ് സിലിണ്ടറിന് തീ പിടിച്ചാണ് അപകടമുണ്ടായത്. ഒരു കാറിലേക്ക് തീ പടർന്നു. ആ കാറിന്റെ കുറച്ച് ഭാഗം കത്തി നശിച്ചു. ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.